മനുഷ്യത്വം നഷ്ടപ്പെടുന്ന സമൂഹത്തിന് മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ അഭിഭാഷകനായ ശാലീൻ മാത്തൂർ. നട്ടല് തകർന്ന് മരണത്തോട് മല്ലടിച്ചു കിടന്ന തെരുവ് നായയ്ക്ക് ശാലീൻ നൽകിയത് പുനർജന്മമാണ്. ജഷാദ് അച്ചു പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം സജീഷ് കുമാർ തറയിലിന്റെ റിപ്പോർട്ടിലേക്ക്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ട് നട്ടല് തകർന്നു കിടക്കുന്ന തെരുവുനായ കോഴിക്കോട്ടെ അഭിഭാഷകനായ ശാലീന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശാലീന്റെ കരുണയിൽ മരണത്തോട് മല്ലിടിച്ചു കഴിയുകയായിരുന്ന നായയ്ക്ക് ലഭിച്ചത് പുനർജന്മമാണ്. ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയും ഭക്ഷണം നൽകിയും ശാലീൻ നായയുടെ ആരോഗ്യം വീണ്ടെടുത്തു. പക്ഷേ നട്ടല് തകർന്നതിനാൽ നടക്കാൻ മാത്രം നായയ്ക്കായില്ല. ഇതിനും ശാലീൻ വഴി കണ്ടെത്തി. വിദേശ രാജ്യങ്ങളിൽ അംഗവൈകല്യം ബാധിച്ച മൃഗങ്ങൾക്കായി ഉപയോഗിക്കുന്ന വീൽചെയറിനെ കുറിച്ച് ശാലീൻ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മനസ്സിലാക്കി. നട്ടല് തകർന്ന നായ ഇന്ന് ഈ വീൽചെയറിന്റെ സഹായത്തോടെയാണ് എല്ലായിടത്തും ഓടി നടക്കുന്നത്. ഭൂമിയിലെ ഓരോ ജീവിയും ദയ അർഹിക്കുന്നവരാണെന്ന സന്ദേശമാണ് ശാലീൻ തന്റെ ജീവിതത്തിലൂടെ പകർന്നു നൽകുന്നത്. ഞാൻ അതിനെ വെറ്ററിനറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവിടെ അതിന് ആകെ കിടക്കാൻ സംവിധാനം കിട്ടിയത് കുറച്ച് ചാണകവും മൂത്രമൊക്കെ ഉള്ള സ്ഥലത്താണ്. അവിടെ ഞാൻ വിചാരിച്ചു ഞാനൊരു നായാന്ന് വെച്ചാൽ എനിക്ക് അങ്ങനത്തെ സ്ഥലത്തൊന്നും കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് തീരുമാനിച്ച് ഞാൻ അതിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ 25-ന് അത് 24, 25, 26-ന് അത് ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും രാത്രി കിടന്നെങ്കിലും ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 27-ാം തീയതി ഞാൻ അതിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച് അതിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അതിന് അമേരിക്കയിലൊക്കെ ഉള്ള പോലെ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അമേരിക്കയിലൊക്കെ ചെയ്തു കൊടുക്കുന്ന പോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഡോഗ്സിനുള്ള ഒരു വീൽ ചെയർ അല്ലെങ്കിൽ വീൽ കാർട്ട് എന്നുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് അത് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് ഒരു ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ത്രൂ അത്യാവശ്യം നല്ലൊരു പറ്റുന്ന തരത്തിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം എന്നാലും അതിന് റോട്ടും കൂടെ നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീൽ ചെയർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പൂച്ചകളും നായകളുമായി 20ഓളം ജീവികൾ ഇന്ന് ശാലീന്റെ വീട്ടിലെ അന്തേവാസികളാണ്. അഭിഭാഷക വൃത്തിയിൽ നിന്നും ലഭിക്കുന്ന പണത്തിന്റെ പകുതിയും ഈ മൃഗസ്നേഹി വിനിയോഗിക്കുന്നത് ഈ ജീവികളുടെ സംരക്ഷണത്തിനാണ്. മൃഗങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ശാലീന് പൊതുസമൂഹത്തോട് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം: എന്തിനാണ് മൃഗങ്ങളോട് മനുഷ്യൻ ഇത്ര ക്രൂരത കാണിക്കുന്നത്? ക്യാമറമാൻ ജഷാദ് അച്ചുവിനോടൊപ്പം സജീഷ് കുമാർ തറയിൽ, ജില്ലാ വാർത്തകൾ.